وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. സൂറത്തുൽ ബഖറയിലെ 80-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ നാം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ലൻ തമസ്സന, സുക്കൂൻ നൂനിന് ശേഷം താ വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് താ. തമസ്സനന്നാറു, ഇവിടെ നൂന് ശേഷമുള്ള അലിഫിനെ കൂട്ടി വായിക്കുമ്പോൾ നഷ്ടപ്പെടുത്തും. തമസ്സനന്നാറു, അതിൻ്റെ കാരണം അലിഫിന് ശേഷം ഷദ്ദുള്ള നൂന് വന്നതുകൊണ്ട്. ഷദ്ദുള്ള അക്ഷരം 2 അക്ഷരങ്ങളാണ്. ഒന്നാമത്തെ അക്ഷരം സുക്കൂനായിരിക്കും. ഇരു സുക്കൂനും കണ്ടുമുട്ടാൻ പാടില്ല. കണ്ടുമുട്ടിയാൽ ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരം ദീർഘാക്ഷരവുമാണെങ്കിൽ ആ ദീർഘാക്ഷരം നഷ്ടപ്പെടും. അത് അങ്ങനെയാണ് ലൻ തമസ്സനന്നാറു എന്ന ഉച്ചാരണം വന്നത്. അന്നാർ ഷദ്ദുള്ള നൂനായതുകൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. ഇല്ലാ അയ്യാമൻ, അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം. 4 or 5 ഖദർ ദീർഘിപ്പിക്കേണ്ടതാണ്. അയ്യാമൻ മഅദൂദ, തൻവീന് ശേഷം മീമ് വന്നിട്ടുണ്ട്. മീമ് അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഖുൽ അത്തഖദ്തും, അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖാഇനെ കനപ്പിക്കുകയും ദാലിനെ വ്യക്തമാക്കി ഉച്ചരിക്കുകയും വേണം. ഖുൽ അത്തഖദ്തും ഇൻദല്ലാഹി, സുക്കൂനുള്ള നൂന് ശേഷം ദാല് വന്നു. ദാല് അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ നിയമമാണ്, അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഫലൻ യുഖ്ലിഫ അല്ലാഹു അഹ്ദ, സുക്കൂനുള്ള നൂന് ശേഷം യാ വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. നൂനിൻ്റെ ശബ്ദം അവിടെ ഇദ്ഗാം ചെയ്യേണ്ടതാണ്. സുക്കൂനുള്ള നൂനിനെ യാ ഇൻ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഫലൻ യുഖ്ലിഫ അല്ലാഹു അഹ്ദ. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 80-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വഖാലൂ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ ഖുൽ അത്തഖദ്തും ഇൻദല്ലാഹി അഹ്ദൻ ഫലൻ യുഖ്ലിഫല്ലാഹു അഹ്ദ അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വഖാലു, അവർ പറയുകയും ചെയ്തു, ലൻ തമസ്സന, ഞങ്ങളെ സ്പർശിക്കുകയേയില്ല, അന്നാർ, നരകം, ഇല്ല അയ്യാമ, ഇല്ല അയ്യാമൻ, ചില ദിവസങ്ങളല്ലാതെ, മഅദൂദ, എണ്ണം കണക്കാക്കപ്പെട്ട, ഖുൽ, പറയുക, അത്തഖത്തും, നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നുവോ, ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ, അഹ്ദ, വല്ല കരാറും, ഫലൻ യുഖ്ലിഫ, എന്നാൽ ലംഘിക്കുകയില്ല തന്നെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അഹ്ദഹു, അവന്റെ കരാർ, അം, അതല്ല, തഖൂലൂന,
നിങ്ങൾ പറയുന്നു അലല്ലാഹി അള്ളാഹുവിന്റെ മേൽ മാ ലാ തഅലമൂൻ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത്. അപ്പൊ സഹോദരങ്ങൾ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 80-ാമത്തെ ആയത്തിന്റെ അർത്ഥം, അവർ പറയുകയും ചെയ്യുന്നു, എണ്ണം കണക്കാക്കപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ നരകം ഞങ്ങളെ സ്പർശിക്കുന്നതേയല്ല. പറയുക, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വല്ല കരാറും ഉണ്ടാക്കി വെച്ചിരിക്കുന്നുവോ? എന്നാൽ അള്ളാഹു അവന്റെ കരാർ ലംഘിക്കുകയില്ല തന്നെ. അതല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്തത് പറഞ്ഞുണ്ടാക്കുകയാണോ? ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 80-ാമത്തെ ആയത്തിന്റെ അർത്ഥം. ഇവിടെ ഈ 80-ാമത്തെ ആയത്തിൽ യഹൂദികളുടെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അവരുടെ വിശ്വാസ വ്യതിയാനത്തെ വളരെ ഗൗരവപൂർവ്വം വിമർശിക്കുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ബഖറയിലെ ഈ 80-ാമത്തെ ആയത്ത്. അതായത് ഇവിടെ യഹൂദികളുടെ വിശ്വാസം എന്താണ്? നാളെ പരലോകത്ത് വിജയിക്കാൻ പോകുന്ന കക്ഷികളും അല്ലാഹു സുബ്ഹാനഹു വ തആല മോക്ഷം നൽകാൻ പോകുന്ന കക്ഷികളും അത് ഞങ്ങളാണ് എന്ന് വാദിക്കുന്നവരായിരുന്നു യഹൂദികൾ. ഇങ്ങനെ ഒരു ചിന്താഗതി വെച്ചു പുലർത്തിക്കൊണ്ട് പലപ്പോഴും ഈ യഹൂദികൾ മദീനയിൽ താമസിച്ചിരുന്ന മുസ്ലിമുകളും അതല്ലാത്തവരുമായ ആളുകളുമായി സംസാരിക്കാറുണ്ടായിരുന്നു. ഞങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായ ആളുകളെന്ന് ഈ ഒരു വിഭാഗം ഏത് കാലഘട്ടത്തിലായാലും അവർ ഇങ്ങനെ ഒരു ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ട് ജനങ്ങളുമായി സംസാരത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെയുള്ള ഒരു തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് മതപരമായ വിഷയങ്ങൾ പലപ്പോഴും അവർ കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോകുന്നവരാണ്, ഞങ്ങളെ അള്ളാഹു ശിക്ഷിക്കാൻ പോകുന്നില്ല, ഇനി അള്ളാഹു എങ്ങാനും ഞങ്ങളെ ശിക്ഷിക്കുകയാണ് എങ്കിൽ അത് തന്നെ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ്, അവിടെ ഞങ്ങൾക്ക് കഴിച്ചു കൂട്ടേണ്ടി വരികയുള്ളൂ എന്ന ഒരു തെറ്റായ ധാരണ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ യഹൂദികളുടെ ഈ ഒരു പിഴച്ച വാദത്തെ ഗണ്ണിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വല്ല കരാറും ഉണ്ടാക്കി വെച്ചിരിക്കുന്നുവോ? എന്നാൽ അള്ളാഹു അവന്റെ കരാർ ലംഘിക്കുകയില്ല തന്നെ. അതല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്തത് പറഞ്ഞുണ്ടാക്കുകയാണോ? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ ഈ ഒരു പിഴച്ച വാദത്തെ ഇവിടെ ഗണ്ണിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച ഓരോ കാര്യങ്ങളും തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്ന രൂപത്തിൽ ഇന്ന് ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഏതാനും പ്രസക്തമായ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.